എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെയൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നുള്ളത്. ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വി ആർ പുരം. ഇന്നലെ ചാലക്കുടി നഗരസഭാ കൗൺസിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഇവിടുത്തെ പട്ടയം കിട്ടാൻ ആഗ്രഹിക്കുന്ന 103ഓളം കുടുംബങ്ങൾക്ക് NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ കൗൺസിലിൻ്റെ അനുമതി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ എടുത്ത വളരെ സുപ്രധാനപ്പെട്ട കാര്യത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരു പട്ടയം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നാട്ടിലെ വി ആർ പുരത്തെ CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബ്രാഞ്ച് ഘടകത്തിൻ്റെയും അതുപോലെ ഇവിടുത്തെ ലോക്കൽ ഘടകത്തിൻ്റെയും ഒക്കെ സഖാക്കളുടെ ഇവിടുത്തെ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ജോഫിൻ ഉൾപ്പെടെ അനിൽ കദളിക്കാടൻ ഉൾപ്പെടെ CPIയുടെ ഇവിടുത്തെ പ്രവർത്തകർ ഉൾപ്പെടെ JFSനെ അറിയിച്ചിട്ടുള്ളത്. കാരണം ഇത് ഏകദേശം 2.5 വർഷക്കാലമായി ഇവിടുത്തെ ഈ പട്ടയം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോകുകയും അപേക്ഷകൾ സ്വീകരിക്കുകയും അപേക്ഷകൾ അത് കൃത്യമായിട്ട് തന്നെ തയ്യാറാക്കുകയും തഹസീൽദാർ വില്ലേജ് ഓഫീസർമാർ ഒക്കെ കാണുകയും അതുമാത്രമല്ല നമുക്കറിയാം കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി എത്രയും പെട്ടെന്ന് ഇടപെടുമ്പോഴാണ് ഇതുപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കുക. നമുക്കറിയാം സ്വാഭാവികമായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് CPIയുടെ വകുപ്പിലിരിക്കുന്ന K. രാജൻ മന്ത്രി അവറുകളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ CPIയുടെ വളരെ ശക്തമായിട്ടൊരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായിരുന്നു. മന്ത്രി K. രാജൻ്റെയും LDF ഗവൺമെൻറ്റിൻ്റെയും വളരെ സുത്രഹമായിട്ടൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനത്തിലേക്ക് കടക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല അടുത്ത പട്ടയ സ്കെച്ച് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരെ ഇപ്പോൾ പ്രവർത്തിച്ചിരുന്ന ഈ CPIയുടെ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തഹസീൽദാറുമായി സംസാരിച്ച് വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പട്ടയം 103 കുടുംബങ്ങൾക്ക് നഗരസഭ NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരെ എത്തിച്ചേർന്ന വിഷയത്തിൽ എന്താണ് CPIയുടെ ഈ ഘടകത്തിലെ പ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇവരോട് സംസാരിക്കാം. ആദ്യമായിട്ട് തന്നെ ഇന്നലെ കൗൺസിൽ ചേർന്നതിൽ NOC പൂർത്തീകരിച്ചു. NOC പൂർത്തീകരിച്ചതിന് നമ്മുടെ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 100 ചില്ലാൻ കുടുംബക്കാർക്കാണ് ഇവിടെ പട്ടയ വിതരണം പട്ടയില്ലാണ്ട് കാലങ്ങളോളം ആയി ഇവിടെ നടന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് CPIയുടെ വി ആർ പുരം ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പലതവണ നമ്മുടെ റവന്യൂ മന്ത്രിയായ K. രാജനെ സമീപിച്ചു. പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്. പല രാഷ്ട്രീയ പാർട്ടി ഇതിന് പല മന്ത്രിമാർ പല ഗവൺമെൻറ് വരുമ്പോഴും ഇതിൽ ബന്ധപ്പെട്ടപ്പോഴും ഇവിടെ പട്ടയം കിട്ടാൻ ഒരു കിട്ടാൻ സാധ്യതയില്ല എന്നാണ് തള്ളിക്കളഞ്ഞത്. എന്നാലും കഴിഞ്ഞ ഈ മന്ത്രിസഭ വന്നപ്പോൾ LDFൻ്റെ മന്ത്രിസഭ വന്നപ്പോൾ റവന്യൂ മന്ത്രി K. രാജനായിട്ട് ഞങ്ങൾ സമീപിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരായിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടിക്കാരെ ബന്ധപ്പെട്ടു. അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാക്കി അപേക്ഷകൾ തരാൻ പറഞ്ഞു. അത് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 103 വീട്ട് കുടുംബങ്ങളിലെ അളവടക്കം, അതായത് ഈ വി ആർ പുരം മേൽ 103 വീട്ടുകാർക്കാണ് പട്ടയ വിതരണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അളവ് ഒരുപാട് രൂപ പണം മുടക്കിയിട്ടാണ് ഈ അളവ് ഇവിടെ നടത്തിയത്. അതിനായി ബുദ്ധിമുട്ടുകളും 2.5 വർഷക്കാലമായി ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾ CPI എന്ന ഇതിൻ്റെ സഖാക്കൾ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ നിരന്തരമായി വില്ലേജ് ഓഫീസിലും മറ്റേ താലൂക്ക് ഓഫീസിലും കയറി ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ മുതൽ ഈ നിൽക്കുന്ന അവസരത്തിൽ വരെ ഞങ്ങൾ താലൂക്ക് ഓഫീസിലായിരുന്നു. 60 വർഷക്കാലത്തിനധികമായിട്ട് ഈ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പട്ടയമില്ലാത്തൊരു വിഷയമുണ്ട്. അപ്പോൾ അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ എടുത്ത തീരുമാനമാണ് മുഴുവൻ ആളുകൾക്കും, സ്വന്തമായി മുഴുവൻ ആളുകൾക്കും, ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നുള്ളൊരു പട്ടയം മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കണതെന്ന് നമ്മൾ അറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2.5 വർഷക്കാലം മുന്നേ നമ്മുടെ പാർട്ടി മണ്ഡല സെക്രട്ടറി നമ്മൾ ബന്ധപ്പെട്ട് വി ആർ പുരത്ത് ഇത്തരത്തിൽ പട്ടയം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ കൊടുത്ത 100 അപേക്ഷ മാത്രമല്ല, ഇനിയും ഉണ്ട് കുറച്ച് അപേക്ഷകർ നമ്മളെ വിശ്വാസത്തിലെടുക്കാതെ മാറിയുന്നതിൻ്റെ പേരിലാണ് അവരെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾക്ക് അപേക്ഷ കൊടുക്കണം. അപ്പോൾ അതിനുള്ള സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മണ്ഡല സെക്രട്ടറി CV ജോഫിയേട്ടൻ മന്ത്രിയെ ബന്ധപ്പെടുകയും അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മന്ത്രി ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ തന്നെ സുവർണ്ണ ജൂബിലി ആഘോഷ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മന്ത്രി K. രാജനാണ് വന്നത്. അന്ന് ബന്ധപ്പെട്ട CV ജോഫിയുടെയും ലോക്കൽ സെക്രട്ടറി അനിലേൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ വി ആർ പുരം ബ്രാഞ്ചിലെ കുറച്ച് പ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തിന് ഒരു നിവേദനം സമർപ്പിക്കുകയും ഏകദേശം കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കതിന് മറുപടി ലഭിച്ചു. സാധാരണ മന്ത്രിമാർക്കൊക്കെ ഒരു നിവേദനം കൊടുത്താൽ പെട്ടെന്ന് മറുപടി കിട്ടുമോ നമുക്കറിയില്ല. പക്ഷേ ഈ കാര്യത്തിൽ കറക്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് മറുപടി ലഭിച്ചു. നിങ്ങൾ തന്ന അപേക്ഷ പരിഗണിക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
കാര്യങ്ങൾ ചെയ്യാൻ അന്നത്തെ തഹസിൽദാറെയും അതുമാതിരി തന്നെ അന്നത്തെ ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ ആ ലെറ്ററുമായിട്ട് തഹസിൽദാറെ ചെന്ന് കണ്ടു. അന്നൊരു രാജു സാറാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് നമ്മുടെ തഹസിൽദാറായിരുന്നത്. വില്ലേജ് ഓഫീസറും വേറെ ആളായിരുന്നു. അദ്ദേഹത്തിന് പോയി കണ്ടു. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം, അത് ആൾക്കാരുടെ അപേക്ഷകൾ. അപ്പോൾ 140 അപേക്ഷയാന്ന് തോന്നുന്നു. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വരെ എടുത്ത് നമ്മളാണ് 140 ഒരു അപേക്ഷ ഫോം അവിടെ തന്നു. 140 ഫോട്ടോസ്റ്റാറ്റ് നമ്മളെടുത്തു. ആ 140 അപേക്ഷയും നമ്മൾ ഈ വീട് അന്തരം കയറി അവരെ ഏൽപ്പിച്ചു. തിരിച്ച അപേക്ഷകളൊക്കെ പൂരിപ്പിച്ച് നമ്മൾ തന്നെ മേടിച്ചു. അതിപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു സ്കെച്ച് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വില്ലേജ് ഓഫീസറിനെ ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ താലൂക്ക് തല സർവേയർ അന്ന് ഉണ്ടായിരുന്നില്ല, സ്ഥിര നിയമനം ഉണ്ടായിരുന്നില്ല, മറ്റ് നിയമനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നടപടി പെട്ടെന്ന് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എളുപ്പത്തിൽ അത് സാധ്യമാവില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടീനെ വെച്ചിട്ട് ഈ സ്ഥലം അളന്നു. ആ 100 ചില വീടുകളിലും നമ്മുടെ പ്രവർത്തകരെ അവർക്കും ചേർന്നിട്ടാണ് നമ്മൾ എല്ലാ വീടുകളുടെ അതിർത്തിയും കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് അത് അളന്നു, അത് തിട്ടപ്പെടുത്തി സർവേ നടത്തി. അത് കഴിഞ്ഞിട്ട് വില്ലേജ് തലത്തിലുള്ള സർവേ വന്നു, താലൂക്ക് തലത്തിലുള്ള സർവേ. ഇതിനെല്ലാം മുന്നോട്ട് നിന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മളാണ്. അത് കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറും അതുമാതിരി തന്നെ തഹസിൽദാറും മാറിപ്പോണ സ്ഥിതി ഉണ്ടായി. പുതിയതായിട്ട് വന്ന തഹസിൽദാർ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന ആളാണെന്നുള്ളത് അദ്ദേഹം ആ ഫയൽ അനക്കിയില്ല, ആളത് അവിടെ തന്നെ വെച്ചു, അതുമേ തൊട്ട് നോക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് വന്നു. അതിനുശേഷം പുതിയ വില്ലേജ് ഓഫീസർ ഇപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോയ അനിൽകുമാർ സാറ്, തിരുവനന്തപുരത്തേക്ക് മാറിപ്പോയ അനിൽകുമാർ സാറ് വില്ലേജ് ഓഫീസറായി വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ പട്ടയ ഇതിൻ്റെ കാര്യത്തിൽ വളരെ വേഗം കൈവരിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ദിവസം ഏകദേശം ഒരു 1000 ചില്ലാന ഉപ്പ് ഒരു ദിവസം കുത്തിയിരുന്ന് അദ്ദേഹം ഇട്ട്, എന്നുവെച്ചാൽ എല്ലാ ഇതും പരിശോധിച്ച് ഫയൽ ശരിയാക്കി ഉപ്പിടണം, അത്തരം കാര്യങ്ങൾ. അത് അദ്ദേഹത്തിന് കുത്തിയിരുന്ന അതിനുള്ള സഹായം നമ്മൾ പാർട്ടിക്കാരെന്നുള്ള എനിക്ക് വിടുന്നു. അതുമാതിരി തന്നെ പുറമേ എന്ന് വെച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പോരാന്നുള്ള എനിക്ക് നമ്മുടെ സിവിലും മറ്റു കാര്യങ്ങളും പഠിച്ച പെൺകുട്ടികളുടെ വരെ സഹായം, കുട്ടികളുടെ വരെ, നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വരെ സഹായം കൊടുത്തിട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം അത് കാരണം അന്നത് ഉപ്പിട്ട് പൂർത്തീകരിച്ചാലാണ് അടുത്ത ഫയൽ നീങ്ങുള്ളൂ. അത് കൊടുത്തതിന് ശേഷമാണ് മുനിസിപ്പൽ തല NOC. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാധനം മുനിസിപ്പൽ തല NOC ആണ്. കാരണം ഈ പട്ടയമില്ലാത്ത ഭൂമികളുടെ അവകാശി എന്ന് പറയുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അപ്പോൾ മുനിസിപ്പൽ തല NOC ലഭിച്ചാൽ മാത്രമേ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇത് പോവുള്ളൂ. ഈ മുനിസിപ്പൽ തല NOC ലഭിക്കാൻ താലൂക്കിൽ നിന്നുള്ള ഈ പറഞ്ഞ അപേക്ഷകൾ ഫോർവേഡ് ചെയ്ത് ഏകദേശം ഇപ്പോൾ 2.5 മാസക്കാലം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പത്രവാർത്തയിലൊക്കെ കണ്ടത് അടിയന്തരമായിട്ട് NOC കൊടുത്തു, അടിയന്തരമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല. 2.5 വർഷക്കാലം ഈ സാധനം ഇനിയിപ്പോൾ പരിശോധിക്കാൻ അത്ര സമയം വേണ്ട, കാരണം ഫുൾ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ഒരു ക്ലർക്കോ അല്ലെങ്കിൽ ഒരു പിയോണോ വന്നു കഴിഞ്ഞാൽ എത്ര വീടുകൾ അന്വേഷിച്ച് ഓൾറെഡി മുനിസിപ്പാലിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഒരു സാധനം കയ്യിലുണ്ട്. അപ്പോൾ ഈ റോഡ് വീതി കൂട്ടണമെന്നുണ്ടെന്നോ അല്ലെങ്കിൽ കുളം വീതി കൂട്ടണമെന്നോ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. എന്തായാലും അവരത് ആ രീതിയിൽ അത് അന്വേഷിച്ച് കഴിഞ്ഞ കൗൺസിലിൽ അത് പാസ്സാക്കി. ആ പാസ്സാക്കിയതിനെ നമുക്ക് അവർക്ക് അഭിവാദ്യം ബ്രാഞ്ചിൻ്റെ പേരിൽ അർപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു കാറ്റത്ത് പറന്നുപോയി ഈ പറഞ്ഞ NOCക്കുള്ള ഫയൽ മുനിസിപ്പാലിറ്റിയിൽ ചെന്നിരുന്നതല്ല. നിരന്തരമായിട്ടൊരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 2.5 വർഷത്തെ കാലം മുഴുവനായിട്ട് ഇതിന്റെ പിന്നാലെ നിന്ന്, എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു 7 തവണയെങ്കിലും മിനിസ്റ്റർ പോയി പല ഘട്ടത്തിൽ ഇത് ഒന്ന് ലാഗാവണ ഘട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പട്ടയ സ്കെച്ച് തയ്യാറാക്കിയതിൽ വരുന്ന പ്രശ്നങ്ങളിൽ 3-4 തവണ മുഴുവൻ പട്ടയം നമ്മൾ പട്ടയ സ്കെച്ചിന്റെ ഇത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പിന്നെയും ഉദ്യോഗസ്ഥ ലെവലിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി നേരിട്ട് കണ്ട് നമ്മൾ ആ ഒരു പ്രശ്നം ബോധിപ്പിച്ച് അദ്ദേഹം മന്ത്രിയായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ വന്ന തഹസിൽദാരുടെ അടുത്ത് ഞങ്ങളിപ്പോൾ അല്ലാണ്ട് പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ തഹസിൽദാരുടെ അടുത്ത് നിന്നാണ് വരുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ത് ചെയ്യാന്നുള്ളത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിടത്തോളം ഏകദേശം 90% പദ്ധതി പൂർത്തീകരിച്ച് അടുത്തായിട്ട് പട്ടയ സ്കെച്ച് തയ്യാറാക്കണ പരിപാടിയാണ്. NOC കിട്ടി കഴിഞ്ഞാൽ പട്ടയ സ്കെച്ച്, ആ സ്കെച്ചാണ് ഇവർക്ക് പട്ടയം ലഭിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് അവരുടെ സ്കെച്ചാണ്. അത് താലൂക്ക് തല സർവേയർ തന്നെ തയ്യാറാക്കണം. അതിനിപ്പോൾ മന്ത്രി ഇടപെട്ട് പ്രത്യേക ഒരു സർവേയറും ആൾക്കൊരു അസിസ്റ്റന്റിനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയം പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് അതും മന്ത്രി ഇടപെടുത്തി. കാരണം ഒരാളെ വെച്ചോ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാൻ 5.5 ഏക്കറിൻ്റെ അടുത്ത് സ്ഥലം മൊത്തം വരും. അത് 5 സെന്റ് 10 സെന്റ് ആയിട്ട് കളന്നത് ഇടപെടുത്തണം. അതിനും കൂടിയും നമ്മൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇടപെടൽ മുഴുവൻ നടത്തിയത് CPI വിആർപുരം ബ്രാഞ്ച് എന്നുള്ള എനിക്ക് തന്നെയാണ്. അപ്പോൾ അത് മറ്റേ നമ്മളതിൻ്റെ വേറെ ക്രെഡിറ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളല്ല, 100 ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ഇതിൻ്റെ ചുവട് പിടിച്ച് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി പട്ടയം കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഈ വില്ലേജ് ഓഫീസർമാരൊക്കെ അത്ര കണ്ട് കഷ്ടപ്പെട്ടുണ്ട്, അവരുടെ പ്രവർത്തനം കൂടി വരുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഒരു വാർത്തയിൽ കണ്ടത് മുനിസിപ്പലിൻ്റെ എന്തൊരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ പോയി പെട്ടെന്ന് ശരിയാക്കി. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അനിൽകുമാർ സാറൊക്കെ കുത്തിരുന്ന് നമ്മളെന്നെ ആലോചിച്ച് ഒരു 5 ഒപ്പിൽ കൂടുതൽ നമുക്ക് ഒരു ദിവസം ഇടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. 1000 ചില്ലാൻ ഉപ്പ് ഒരു 14 മറ്റേ ഇത് വരും കോപ്പി. ആ 14 കോപ്പിയിലും 100 പേരെ വെച്ച് കണക്കാം. അപ്പോൾ എത്ര ഒരു ഒപ്പിടണം. ഒരു ദിവസം കുത്തിയിരുന്ന് അദ്ദേഹം അത്ര ഒപ്പിട്ട്, കാരണം അന്ന് ആ ഫയൽ നീങ്ങിയാലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തു. ഇപ്പോൾ വന്ന തഹസിൽദാരായാലും നമ്മളോട് നല്ല രീതിയിലുള്ള സമീപനമാണ്. അദ്ദേഹം ഇത്ര കാലത്തിനിടയ്ക്ക് ഇപ്പോൾ ഈ പട്ടയ വിഷയമായിട്ട് ബന്ധപ്പെട്ട്
പല കാര്യങ്ങളിൽ പല സ്ഥലത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒരു തഹസിൽദാർ ഇന്നേ വരെ വിആർപുരത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പട്ടയത്തിന്റെ വിഷയത്തിന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴത്തെ തഹസിൽദാറാണ് ജേക്കബ് സാറാണ് ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ വന്നിട്ട് ഇത് നമ്മുടെ പട്ടയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി ഇതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അപ്പോൾ ഉദ്യോഗസ്ഥ ലെവലിലും അതുപോലെ തന്നെ പാർട്ടി ലെവലിലും നമ്മൾ ഒരുപാട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ ഷിബു ആലപ്പൻ ചെയർമാനാവുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ പവനഞ്ചാൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം നോക്കാതെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് അന്ന് ഷിബുചേട്ടനെ പറ്റി സംസാരിച്ച ഒരാളാണ് പവനഞ്ചേട്ടൻ. ഇപ്പോൾ ഇന്ന് ഈ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിട്ടുള്ള CPIയുടെ ഇടപെടലിനെ പറ്റിയും പവനഞ്ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചത്. 100% ശരിയാണ്. കാരണം ഞാൻ കഴിഞ്ഞൊരു ഈ പുതിയ ഈ പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് രാജൻ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ ഞാനും പൊതുപ്രവർത്തകനായ ഷാജി എന്ന് പറഞ്ഞ നമ്മുടെ തിപ്പറമ്പ് ഷാജിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി CPI നേതാക്കളായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഓണാഘോഷം കൊടുക്കാൻ ചെയ്യാൻ വേണ്ടി രാജൻ വരുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഷാജിയും കൂടി ഒരു അപേക്ഷയായിട്ട് രാജനെ പോയി കാണുമോ. അപ്പോൾ രാജൻ പറഞ്ഞു എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല എത്ര നാളായിട്ട്, നിങ്ങളെന്താ ശ്രമിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പൂർവ്വകാലത്താണ് സംഗതികളൊക്കെ വിവരിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നും ഇന്നും CPI ആണ് ഇതിന് മുൻകൈ എടുത്തും വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു പങ്കുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ആ സമയങ്ങളിൽ ഇവർ എല്ലാ വീടുകളിലും കയറി ഇതിന്റെ ഫോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങൾ എല്ലാം അവരാ ചെയ്ത് എല്ലാ കാര്യങ്ങളും സാമ്പത്തികപരമായിട്ടും പിന്നെ അതൊക്കെ ഇവിടുത്തെ ഉപഭോക്താക്കളായ ആൾക്കാരുടെ നിന്ന് കുറേ ആവശ്യങ്ങൾ കിട്ടി. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് സഹകരിച്ച് ചെയ്തത്. ഞാനിതിൻ്റെ ഇന്ന് ഫുൾ ടൈം തുടങ്ങി സെറ്റ് വരെ ഈ നിമിഷം വരെ ഞാനും ഷാജിയും ജോഫിൻ അനിൽ കദലിക്കാണ് ഇവരെല്ലാവരും സജീവമായിട്ട് രംഗത്തുണ്ട്. ഈ NOC കൊടുത്ത നിലപാട് മുനിസിപ്പാലിറ്റി നിലപാടിന് ഈ ഉപഭോക്താക്കൾ എല്ലാ പട്ടയ മോഹിക്കുന്ന എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. കാലങ്ങളായിട്ട് 100 വർഷത്തോളമായി കാണും ഏറെക്കുറെ ഇത് പട്ടയം കിട്ടാതെ വരുന്നത്. അതിനുവേണ്ടി CPMൻ്റെയും കുറേ ആൾക്കാർ ഒരുപാട് ബന്ധപ്പെട്ട് ഇതിന് നടന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ നായനർ ഭരിക്കുന്ന കാലത്ത് ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന് പിന്നാലെ നടന്നിട്ട് ശരിയായിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2-2.5 വർഷമായിട്ട് CPI ഇവിടെ സന്നദ്ധരായ നേതാക്കന്മാർ പ്രത്യേകിച്ച് നമ്മുടെ ജോഫിനെ പോലുള്ളവർ പാർട്ടി സെക്രട്ടറിമാരൊക്കെ ഉല്ലാസാന്ത പരിശ്രമിക്കുന്നതിനും ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആദരണീയനായ റവന്യൂ മന്ത്രി ബന്ധപ്പെട്ട് നമുക്ക് ഈ പട്ടയത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ തന്നിട്ടുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ ഇപ്പോൾ NOCക്ക് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ രംഗത്ത് വന്നതെന്നുള്ളത് തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കൗൺസിലറും ആലിസുബു എല്ലാവരോട് വന്നിരുന്നുള്ളത് തന്നെ. പിന്നെ കൂടുതൽ ഈ ഇവർ ആ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഈ പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ പട്ടയവുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറിറങ്ങി ആര് ഈ CPIയുടെ പ്രവർത്തകർ ഇവരിപ്പോൾ 2 വർഷത്തെ കാലമായിട്ടാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ CPIയുടെ ഇവിടുത്തെ ബ്രാഞ്ച് ശാഖകൾ കൂടി രംഗത്തിറങ്ങുകയും ഇപ്പോൾ നമുക്ക് ഭരണം കിട്ടിയതിന് ശേഷം ഈ റവന്യൂ മന്ത്രിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്തതിന് ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പട്ടയം കിട്ടേണ്ട കാരണം തന്നെ. ഞാൻ ഇവിടെ ഇപ്പൊ എത്ര വർഷങ്ങൾ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 32 കൊല്ലായി. ഈ കല്യാണം കഴിഞ്ഞ കൊല്ലം തന്നെ പട്ടയത്തിന് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ശരിയായില്ല. പിന്നെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതിനൊക്കെ കൂടെ സന്തോഷമായി. പട്ടയം കിട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇത്രയും വർഷങ്ങളായി ഇവർ ആ സമയങ്ങളിൽ വീടുകളിലൊക്കെ കയറി ഫോമൊക്കെ കൊടുത്ത് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് അതിനുശേഷമാണ് മന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെട്ടതും ഈ വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടായത്. അതെ, അവര് നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് വന്ന് സംസാരിക്കാനും മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവര്. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും സംസാരിക്കാനും കുഴപ്പമൊന്നുമില്ല. ഈ പട്ടയത്തിന്റെ കാര്യം ബന്ധപ്പെട്ട് ഇതിന്റെ ഫോം കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ വീട് വീടാന്തരം കയറി എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെല്ലാരും ഫോമും വീട്ടില് വന്ന് എല്ലാവരും വിളിച്ചന്വേഷിക്കലും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കലും സാർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല പ്രവർത്തനമായിരുന്നു. ഇവിടുത്തെ CPIയുടെ പ്രവർത്തകരായിരുന്നു.